ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഉടൻ കടത്തിവിടും. വൈകിട്ട് 4 മണിക്ക് തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറക്കും. വിവരങ്ങളുമായി കിരൺകുമാർ പമ്പയിൽ നിന്ന് ചേരുന്നു. കിരൺ, പമ്പയിലേക്ക് നേരത്തെ തന്നെ ഭക്തരെ കടത്തിവിടുന്നുണ്ടായിരുന്നു. അയ്യപ്പന്മാരെ അവിടെ നിന്ന് എപ്പോഴാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുക, മല കയറാൻ അനുവദിക്കുക? വിവരങ്ങൾ എന്താണ്? വീണ, പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. 1 മണിയോടുകൂടി തന്നെയാണ് അയ്യപ്പന്മാരെ കടത്തിവിടാനായിട്ട് ആരംഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അയ്യപ്പന്മാർ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തി വിരിവെച്ച് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ക്ഷേത്ര നട തുറക്കുന്നതിന് മുന്നോടിയായിട്ട് 1 മണിയോടുകൂടി അയ്യപ്പന്മാരെ കടത്തിവിടും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെ 1 മണി ആയതോടുകൂടി തന്നെ അയ്യപ്പന്മാരെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 കൗണ്ടറുകളാണ് പ്രധാനമായിട്ടും ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതായത് വെർച്വൽ ക്യൂ വഴി ഉള്ള ബുക്കിംഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പിന്നീട് അയ്യപ്പന്മാരെ സുരക്ഷാ പരിശോധനകൾ കൂടി പൂർത്തിയാക്കി സന്നിധാനത്തേക്ക് കടത്തിവിടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ടും 5 കൗണ്ടറുകളാണ് ഏതായാലും ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ കൗണ്ടറുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ തന്നെ അയ്യപ്പന്മാരെത്തി കാത്തിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം അവർ ക്യൂവോട് കാത്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്നും പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ പമ്പയിലും അയ്യപ്പന്മാരുടെ തിരക്ക് ഇപ്പോൾ വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെ നടപ്പന്തലിലേക്ക് അടക്കം അയ്യപ്പന്മാരെത്തുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ശബരിമലയിലേക്ക് വലിയൊരു ഭക്തജന പ്രവാഹം തന്നെ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ അയ്യപ്പന്മാരെ മല ചവിട്ടാനായിട്ട് അനുമതി പോലീസ് നൽകിയിരിക്കുകയാണ്. അവർ ഇവിടെ നിന്നും അതായത് സുരക്ഷാ പരിശോധന, വെർച്വൽ ക്യൂ പരിശോധനയൊക്കെ പൂർത്തിയാക്കി നേരെ സന്നിധാനത്തേക്ക് കടക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഒരുപാടുണ്ട്, ഇതെല്ലാം അറിയാവുന്നതുമാണ്. പക്ഷെ ഇന്നു മുതൽ അങ്ങോട്ട് നമുക്കറിയാം വെർച്വൽ ക്യൂ അടക്കം പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത് കൂടാതെയാണ് സ്പോട്ട് ബുക്കിങ്ങും ഉള്ളത്. അപ്പോൾ പമ്പയിൽ പക്ഷേ എങ്ങനെയായിരുന്നു ഭക്തരുടെ വികാരം? വീണ, ഈ ചില ആശയക്കുഴപ്പങ്ങൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ എത്തിയ അയ്യപ്പന്മാർക്ക് ഈ സ്പോട്ട് ബുക്കിങ്ങിലടക്കമായിരുന്നു ചില കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. എവിടെയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് ചെയ്യേണ്ടത് എന്ന കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം പലർക്കും ലഭിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് പമ്പയിലെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. എന്നാൽ പമ്പയിലെത്തിയപ്പോൾ ഇത് എവിടെയാണ് ബുക്ക് ചെയ്യേണ്ടത്, അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് എവിടെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ വലിയൊരു അവ്യക്തതക്കുറവ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ആ രീതിയിൽ ഇവിടെ എത്തിയ പല അയ്യപ്പന്മാർ, അത് പ്രത്യേകിച്ച് മലയാളികൾ മാത്രമല്ല അയ്യപ്പന്മാർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അയ്യപ്പന്മാരടക്കം ഈ കാര്യങ്ങളിൽ വലിയൊരു ആശയക്കുഴപ്പം അവർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നേരത്തെ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. പമ്പ മണപ്പുറത്തിന് സമീപത്ത് ഉള്ള റിയൽ ടൈം ബുക്കിംഗ് സെന്ററിൽ നിന്നാണ് ഏതായാലും ഇപ്പോൾ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഈ ചില പരിമിതികൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവുകൾ അത് ഇന്ന് രാവിലെ മുതൽ തന്നെ പമ്പയിലും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ ആദ്യഘട്ടത്തിൽ തന്നെ ദർശനം നടത്താനായിട്ട് എത്തിയ അയ്യപ്പന്മാർ ഇവിടെ കാത്തിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട മതിയായ സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും അയ്യപ്പന്മാർ ഉന്നയിച്ചിരുന്നു. കാര്യം വെള്ളത്തിന് പോലും ആകെ ഒരു കൗണ്ടർ മാത്രമാണ് തയ്യാറാക്കി. രാവിലെ മുതൽ തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കാത്തിരുന്ന അയ്യപ്പന്മാരുണ്ട്. അവർക്കത് വലിയ രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. മറ്റു കാര്യങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റുമായിട്ടോ പോകണമെങ്കിൽ ഇതും മലയിറങ്ങി പടികളിറങ്ങി താഴെ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് പമ്പ നദിയുടെ തീരത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ മണിക്കൂറുള്ള അയ്യപ്പന്മാർക്ക് മറ്റ് വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിൽ തന്നെ ഇവിടെ വെള്ളം പോലും. ശരി കിരൺ, ഇതിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാവുന്നതാണ്. ദിവസങ്ങളായി അവിടെ വന്ന് പമ്പയിൽ വിരിവെച്ച് കാത്തിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഏതായാലും എല്ലാവരെയും ഇപ്പോൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങിയിട്ടുണ്ട്.